ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് അത് കൃത്യമായും വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് തന്നെയാണ് മാറ്റം കുറിക്കാൻ പോകുന്നത്. ഉത്തരേന്ത്യയിൽ BJPയുടെ അതിപ്രസരം എല്ലാം തന്നെ തച്ച് തകർക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ കണ്ടത്. വാസ്തവത്തിൽ ഉത്തർപ്രദേശ് എന്ന BJPയുടെ ഏറ്റവും വലിയ വർഗീയ ധ്രുവീകരണം സഫലമായ ഭൂമിയിൽ അവർക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നു. അതിനുശേഷം ഹരിയാനയിൽ സംഭവിച്ചത് വലിയ മാറ്റമാണ്. 10 ലോക്സഭാ സീറ്റുകൾ 2019 തൂത്തുവാരിയ BJP ഇക്കുറി 5 സീറ്റിലേക്ക് ചുരുങ്ങി എന്നത് മാത്രമല്ല, അതിനുശേഷമുണ്ടായ നിരവധിയായ സംഭവ വികാസങ്ങൾ BJP കേന്ദ്ര നേതൃത്വത്തെ ആടി ഉലയ്ക്കുന്ന സാഹചര്യമുണ്ടാക്കി. BJPയുടെ മന്ത്രിമാരും MLAമാരും പാർട്ടി വിടുന്ന ഒരു സാഹചര്യം. അവരിൽ പലരും കോൺഗ്രസിലേക്ക് എത്താൻ വേണ്ടിയല്ല പാർട്ടി വിട്ടത്, മറിച്ച് BJPക്ക് ബദലാകാൻ വേണ്ടി, ബദൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ വേണ്ടി പാർട്ടി വിടുന്നു. അതിന് ശക്തമായ കാരണങ്ങൾ അവർ നിരത്തുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഇതാണ് അമിത്ഷായ്ക്കും മോദിക്കും BJPയുടെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് വ്യക്തമാക്കുന്ന കാര്യം. AICC നിർദ്ദേശം ഇങ്ങനെയാണ്: ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 5 സീറ്റുകളുടെ വിജയം മാത്രമല്ല ഹരിയാനയിലുള്ളത്. നിയമസഭയിൽ 2/3 ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തി ഹരിയാന കർഷകരുടെ മണ്ണായ, ഇന്ത്യയിലെ അത്ലറ്റുകളുടെ മണ്ണായ ഹരിയാനയിൽ പുതിയ ഒരു തുടക്കം കുറിക്കുകയാണ്. BJPക്ക് അധികാരത്തിൻ്റെ മത്ത് പിടിച്ചിരിക്കുമ്പോൾ എതിരാളികളെ രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തി അവരെ ചാപ്പകുത്തി ആ പരിവേഷം അണിയിപ്പിക്കാൻ തിടുക്കം കാട്ടുന്ന അമിത്ഷായ്ക്ക് മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്ത് രീതിയിലുള്ള പ്രചരണം നടത്തിയാലും നിങ്ങൾ അധികാരത്തിലെത്താൻ പോകുന്നില്ല എന്നാണ് അമിത്ഷാ കോൺഗ്രസിനോട് വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ യാത്ര ആരംഭിച്ചത്. പ്രചരണ യാത്ര നിരവധിയായ ഘട്ടങ്ങൾ കടന്ന് 22 ജില്ലകളിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും ആത്മവിശ്വാസം അളവറ്റ തരത്തിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഭൂരിപക്ഷമായിരിക്കും ഇനി പ്രവചിക്കേണ്ടത് എന്ന് മാത്രം. ഒക്ടോബർ 8-ാം തീയതി 2 പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തേടിയെത്തുമെന്നാണ് രാഹുൽ ഗാന്ധി കുരുക്ഷേത്രയിൽ പ്രസംഗിച്ചത്. അതായത് ഹരിയാനയിലെ സമ്പൂർണമായ വിജയവും ജമ്മു ആൻഡ് കാശ്മീരിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റവും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ തന്നെ മാറ്റിക്കുറിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത് എന്ന് രാഹുൽ ഗാന്ധി വിജയ് സമ്മാൻ യാത്രയിലുടനീളം പറയുകയുണ്ടായി.